ഈ മാസ്ക് മാറ്റാവേ. നാട്ടിൽ വീണ്ടും മഴയും വെള്ളപ്പൊക്കമൊക്കെയാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സങ്കടമുണ്ട്. എന്തായാലും ഈ കാലവർഷം വരേണ്ട സമയത്ത് അത് വരിക തന്നെ ചെയ്യും. പിന്നെ ഇപ്പം എന്റെ റെസ്റ്റ് ടൈമാണ്. ബട്ട് ഞാൻ ഓൺ ഡ്യൂട്ടി തന്നെയാണ്. ബട്ട് ഇപ്പൊ റെസ്റ്റാണ്. അപ്പൊ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പൊ ഞാൻ നോക്കുന്ന പേഷ്യന്റ് ട്രക്കോസ്റ്റമി പേഷ്യന്റാണ്. അതിന് ഈ ന്യൂറോയ്ക്ക് പ്രോബ്ലം ഉള്ള പേഷ്യന്റാണ്. അപ്പോൾ ട്രക്കോസ്റ്റമി, റൈസ് ട്യൂബ്, കത്തീറ്റർ ഇതെല്ലാം ഉള്ള പേഷ്യന്റാണ്. ഇപ്പം നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നില്ല. വന്നപ്പം നമ്മൾ ഓക്സിജനില്ലാതെ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ പതുക്കെ ഓക്സിജൻ മാറ്റി ഇപ്പൊ രാത്രി ബൈപ്പപ്പിന്റെ കൂടെ വിത്ത് ഓക്സിജൻ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പം പേഷ്യന്റിനെ കുറച്ചു നേരം ഇരുത്തും, അത് കഴിഞ്ഞൊന്ന് നടത്തിക്കും. കാരണം സപ്പോർട്ടിന്റെ കൂടെ നടക്കത്തുള്ളൂ, തന്നെ നടക്കത്തില്ല. പേഷ്യന്റ് സപ്പോർട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നടന്നു പൊക്കോളും. അപ്പം ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മൾ വന്നു. നമ്മൾ ഏതൊരു പേഷ്യന്റിനെ നോക്കിയാലും റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ആ പേഷ്യന്റിനെ നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ വീട്ടുകാർക്കും അല്ലെ ഹോസ്പിറ്റലിലായാലും നമ്മളെ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നപ്പം ഇവരുടെ മകളെ ആന്റിയുമാണ് താമസിക്കുന്നത് കൂടെ. അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മോള് വെളിയിൽ പോയായിരുന്നു. വെളിയിൽ പോയിട്ട് വന്നപ്പം ആ ചേച്ചി, അപ്പം മോടെ ഫ്രണ്ട് മലയാളിയാണ്, പക്ഷെ അവർക്ക് മലയാളം ഒന്നും അറിയത്തില്ല, പക്ഷെ മലയാളിയാണ്. അപ്പൊ ആ ചേച്ചി, എന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന ആ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഞാൻ കാണിച്ചു തരാം ഒന്നേ. ഇതേണ്ട, ഇതാണ് ആ ഗിഫ്റ്റ്. കണ്ട ഇത് ഞാൻ കൂടുതൽ വെച്ചേക്കാണ്. ഇത് ഇപ്പൊ എന്റെ കൂടെ നിന്നിട്ട് പറഞ്ഞു ചേച്ചിക്ക് കൊണ്ടുവന്ന. ഞാൻ പറഞ്ഞു എന്തിനാ ഇതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഞ്ഞ സാരമില്ല ചേച്ചി, ഞാൻ മമ്മിക്കും മേടിച്ചപ്പോൾ ചേച്ചിക്ക് വാങ്ങിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് അങ്ങനെ ഗിഫ്റ്റുകളൊന്നും അങ്ങനെ ആരും തരാറൊന്നുമില്ല. തന്നിട്ടുണ്ട് എന്റെ ഹസ്ബൻഡ്, ചേട്ടന്റെ മക്കളൊക്കെ വരുമ്പോൾ തരാറുണ്ട്, മൂത്ത ചേട്ടന്റെ. അന്നേരം ഒക്കെ ഒരുപാട് സന്തോഷമാണ് ആരെങ്കിലും എന്തെങ്കിലും തരുന്നത്. അപ്പൊ നമ്മൾ എവിടെ ഡ്യൂട്ടി ചെയ്താലും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഉത്തരവാദിത്തമായിട്ട് നല്ല റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് നമ്മളോട് സ്നേഹം തോന്നും. കാരണം ഞാൻ എവിടെ ഡ്യൂട്ടി ചെയ്താലും ഞാൻ എന്റെ ഡ്യൂട്ടി ഞാൻ നന്നായിട്ട് ചെയ്യാറുണ്ട്. നന്നായിട്ട് ഞാൻ ഉറക്കൊള്ളിച്ചിരുന്നിട്ട് ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യും. കാരണം അവർ ഇത്രയും നമുക്ക് തന്നിട്ട് നമ്മളെ ഡ്യൂട്ടിക്ക് വെച്ചേക്കുന്നത് പേഷ്യന്റിനെ നല്ലവണ്ണം കെയർ ചെയ്യാനായിട്ട്, നല്ലവണ്ണം ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ടാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ ചെയ്യണം. ഞാനിപ്പോൾ ഏത് പേഷ്യന്റിനെ നോക്കിയാലും ഒന്ന് എന്റെ അച്ഛനോ അമ്മയോ എന്റെ സഹോദരങ്ങളോ അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നത്. ഞാൻ നന്നായിട്ട് നോക്കാറുണ്ട്. ഞാൻ ഒരുപാട് പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേഷ്യന്റിനെ നോക്കി പേഷ്യന്റ് ഒരുപാട് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഓൾഡ് ഏജ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നാളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ട് അവർ മരിച്ചു പോകാറുണ്ട്. അപ്പം എനിക്ക് ഇത് കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ എന്റെ ഡ്യൂട്ടി ഞാൻ നന്നായി ചെയ്യുന്നെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ ഞാൻ 27 ദിവസമായുള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പോഴത്തേക്കും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്കിളെ പെട്ടെന്ന് ശരിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് ഇവിടെ വേറെ എവിടെയെങ്കിലും ഡ്യൂട്ടി കിട്ടും. ജസ്റ്റ് എനിക്ക് ഒക്ടോബർ വരെ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ പോകും. പിന്നെ എനിക്കറിയത്തില്ല, ഇപ്പം തന്നെ എന്റെ ഹസ്ബൻഡ് വഴക്ക് പറയുവാണ് ഞാൻ ചെയ്യുന്നതിന്. വീട്ടിലാരും ഇല്ലാത്ത കാരണം വഴക്കൊക്കെ പറയാം. എന്നാലും എനിക്ക് ഒക്ടോബർ വരെ പിടിച്ച്